നീ തന്നെത്താൻ വരുത്തി വെച്ച വിനയല്ലേ ഇതൊക്കെ? ഒരു പെണ്ണിന്റെ പേര് കേട്ടപ്പോ ചാടി പുറപ്പെടാൻ ആരെങ്കിലും പറഞ്ഞോ? വിഷ്ണുക്കുട്ടന്റെ പൊന്നമ്മാവൻ എന്തൊരു സ്നേഹമാ മരുമകനോട്. തട്ടിപ്പോവും മുമ്പ് കൊടുത്തഴച്ച പാരിതോഷികം കൊള്ളാം. അതിങ്ങനെ ഒരു ആപ്പാവൂന്ന് ഞാൻ കരുതിയോ? ജീവിതകാലം മുഴുവൻ പോറ്റിക്കൊള്ളാന്ന വക്കീലിന് എഴുതി ഒപ്പിട്ട് കൊടുത്തും പോയി. ഇനിയിപ്പോ നാട്ടുകാരെങ്കിലും തല്ലിക്കൊന്നാലും ഞാൻ വേണം സമാധാനം പറയാൻ. കൊമ്പരാനെയായിരുന്നെങ്കിൽ അമ്പലത്തിൽ എഴുന്നള്ളിച്ച് 10 കാശെങ്കിലും ഉണ്ടാക്കായിരുന്നു. എനിക്കൊരു ഐഡിയ. നമുക്കിവളെ ഇവിടുത്തെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നടക്കിരുത്തിയാലോ? പൊന്നുമടത്തിൽ വിഷ്ണു നാരായണൻ വക. കഷ്ടം. എടാ, ഇവിടത്തെ അമ്പലങ്ങളിൽ പെണ്ണാനെ നടക്കിരുത്താൻ ദേവസ്വംകാർ സമ്മതിക്കില്ല. എന്നാൽ നമ്മൾ ഇവളെ ഈ കൊമ്പനെ നടക്കിരുത്തുന്നു. കേറി വരിക. നമസ്കാരം. നമസ്കാരം. നമോ ഭാഗം. ഒരുക്കങ്ങളൊക്കെ ആയിരിക്കണോ? ഉച്ചശീവേലിക്ക് മുമ്പ് ഇങ്ങ് എത്താന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നേ. അതെന്താ ഇപ്പൊ ഇത്ര വൈകിയ? ഇറങ്ങാൻ തുടങ്ങിയപ്പോ പതിവില്ല അതൊന്നും ഇടഞ്ഞു. ഓരോത്തുനിന്ന് ഇതുവരെ ഒന്ന് വിട്ടു തന്നിട്ടില്ലേ, അതുകൊണ്ടാ. നല്ല ലക്ഷണമൊത്ത കൊമ്പൻ ഇല്ലേ രാവണിയാരെ? ഹായ്, ആ കൊമ്പിന്റെ ഒരു എടുപ്പ് കണ്ടില്ലേ? ഇത്ര ചെറുപ്പത്തിൽ ഇത്ര വലിയ കൊമ്പോ? അടുക്കണ്ട. ഇവനൊരു പ്രത്യേക സ്വഭാവക്കാരനാ. ഞങ്ങൾ അടുത്തുണ്ടെങ്കിൽ ആരെ അടുപ്പിക്കില്ല. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അടങ്ങും, പിന്നെ തലേന്ന് പോവില്ല. അതൊരു പ്രത്യേക സ്വഭാവമാണല്ലോ. അതെ അതെ. പേര് പറഞ്ഞില്ലല്ലോ. ഭൈരവൻ. പേരിലുണ്ടല്ലോ ഒരു പുതുമ. അതെ അതെ, തെങ്ങും പുറത്ത ഭൈരവൻ. പേര് കേട്ട കൊമ്പനാ. അവന്റെ പുന്നാര മോന. അതാ ഇത്ര വികൃതി. എന്നാ ഇനി നടക്കിലേക്ക് പോവാം. ആകാലോ. ഇവിടെ എന്താ രാവണിയാരത്? എന്റെ ഭഗവതി, എന്തായി കാണുന്നത്? ആന കുട്ടിക്കൊമ്പൻ. ഭൈരവ വിട്ടോടാ. ഓടിക്കോ. എന്താ ഇത്? പിടിയാനയ്ക്ക് കൊമ്പ് വെക്കാൻ ബുദ്ധി പറഞ്ഞു തന്നെ ഞാൻ തന്നെ. പക്ഷെ ഇത്രയും ചെറിയ ആനയ്ക്ക് ഇത്രയും വലിയ കൊമ്പ് കുത്തിക്കയറ്റാൻ നിന്നോട് ആരാണ് പറഞ്ഞത്? എന്നാ പിന്നെ നിനക്ക് വല്ല ഫെവിക്കോളോ പശയോ വെച്ച് മര്യാദയ്ക്ക് ഒട്ടിച്ചു വെച്ചൂടെ? ചോറും മറ്റു വെച്ചാണ് ആന കൊമ്പ് ഒട്ടിക്കുന്നത്. അയ്യടാ, ബേബിക്കോള്. ഒരു കാലിച്ചായ എടുക്കാൻ കാശില്ല, അപ്പോഴാ ബേബിക്കോള്. എന്റെ സന്ദർഭോചിതമായ ബുദ്ധി കാരണം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിലേ ആനയുടെ കൊമ്പ് ഊരിയ പോലെ നാട്ടുകാരന്റെ എല്ല് വലിച്ചൂരിയന്. കൊമ്പ് ഊരിയെങ്കിൽ എന്ത് വേണ്ട? ആന നമ്മുടെ തലേന്ന് ഊരിയില്ലേ? ആനയും പോയി കൊമ്പും പോയി. ഇനി എന്തിനൊരു കമ്പ്? എന്താ ഇത്? എനിക്കെന്താ കഷ്ടം ചോദിച്ചൂടെ? നേരെ നേരെ ഇട്ടൂടെ? ആ നീ ഒന്ന് അടങ്ങിയിരിക്കും ഭൈരവ. അടങ്ങിയിരിക്കാം. ആദ്യം കെട്ടെന്ന് അഴിച്ചുവിട്. പട്ടാള ക്യാമ്പിൽ പോലും ഇങ്ങനെ ശിക്ഷ. ഇനി ഈ പട്ടാള ചിട്ട നിന്റെ അടുത്ത് നടക്കും. ഒന്നും രണ്ടും അല്ല, അബദ്ധം എനിക്ക് കുറെ പറ്റിയതാ. ഇനി ഇത് മുഴുവൻ വടിച്ചിറക്കി ഇതിന്റെ പണിക്കൂലിയും വെറുതെ പതപ്പിച്ച സോപ്പിന്റെ കാശും കിട്ടിയിട്ടെ ഈ കെട്ടിയാൻ. ഈ നക്കാപ്പിച്ച പ്രശ്നത്തിനാണ്. നീ കയ്യിലെ കെട്ടെന്ന് വെച്ചിട്ട് ആവശ്യമുള്ള കാശ് പോക്കറ്റിൽ നിന്ന് എടുത്തോടാ. ഓ, അങ്ങനൊരു വകുപ്പുണ്ടല്ലേ? ആ ബുദ്ധി എനിക്ക് പോയില്ല. അയ്യേ, ഇത് മൂക്കുപ്പൊടിക്ക് പോലും തികയത്തില്ലല്ലേ? മൂക്കിപ്പൊടി തിന്നുന്നവന് തികയില്ല, വലിക്കുന്നവന് തികയും. കേശവൻകുട്ടി, നീ വരുന്നുണ്ടോ ആനയോട്ടം കാണാൻ? ആനയോട്ടോ? എവിടെ? നീ അറിഞ്ഞില്ലേ? പുത്തൻകുളങ്ങര തിമ്മംഗലത്ത് ഇന്നലെ ആനയോട്ടം. ഇത്തവണ നമ്മുടെ മനുഷ്യരി കർണന് ഓടുന്നുണ്ട്. ജയിക്കുന്ന ആനയ്ക്ക് 1 ലക്ഷം രൂപ സമ്മാനം. തിരുമംഗലം കോലോത്തെ അഭിമാന ഭാജനങ്ങളായ ഗജവീരന്മാർ അണിനിരക്കുന്ന ആനയോട്ട മത്സരം ആരംഭിക്കുകയാണ്. തിരുമംഗലത്തെ ആനകളോട് മത്സരിച്ച് ജയിക്കാൻ ഈ നാട്ടിൽ വേറെ ആനകളില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിക്കാൻ പോവുകയാണ്. കുട്ടിശങ്കര, ആനകളുടെ പേരും അഡ്രസ്സും വായിക്കടാ. തിരുമംഗലം ചന്ദ്രശേഖരൻ, തിരുമംഗലം നീലകണ്ഠൻ, തിരുമംഗലം കൊച്ചുകേശവൻ, മണിശ്ശേരി കർണൻ, ഗ്രാങ്ങാട് ശേഖരൻ, മണിശ്ശേരി അർജുനൻ, പൊന്നുമ്മടത്തിൽ ലക്ഷ്മിക്കുട്ടി, പൊന്നുമ്മടത്തിൽ ലക്ഷ്മിക്കുട്ടി. പിടിയാനാണോ? അതെ, പൊന്നുമ്മടത്തിൽ ലക്ഷ്മിക്കുട്ടി. അങ്ങനെ ഒരു ആനയെ കുറിച്ച് ഇതിനു മുമ്പ് കേട്ടിട്ടില്ലല്ലോ. ഇല്ല.
അയ്യോ പൊന്നുമടത്തിൽ ലക്ഷ്മിക്കുട്ടി. നീയോ? തിരുമംഗലംകാരോട് പകരം വീട്ടാനുള്ള പുറപ്പാടാവും. കൊള്ളാം. അതിനീ പീറ കുഴിയാനേം കൊണ്ടാണോ വന്നിരിക്കുന്നത്? അതാ കണ്ടോ, തിരുമംഗലം കോലോത്തെ കൊമ്പന്മാർ. ഇവരോടൊപ്പം മത്സരിച്ച് ഈ കരയിലെ ഒരാനയും ഇന്നേ വരെ ജയിച്ചിട്ടില്ല. ജയിച്ചാൽ കോലോത്തെ തമ്പുരാക്കന്മാർ തല മൊട്ടയടിച്ച് പുള്ളി കുത്തി നടക്കും. അപ്പൊ നമ്മുടെ ബാർബർ കേശവൻകുട്ടിക്ക് ഒരു പണിയായി. നമുക്ക് അവനെ വിളിച്ചിട്ട് വരാം അല്ലേ? ഓടാ. എന്താ പിന്മാറാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഇല്ല തമ്പുരാനെ, പിന്മാറാൻ വേണ്ടിയിട്ടല്ല പൊന്നുമടത്തിലെ വിഷ്ണുനാരായണൻ വന്നത്. ആഹാ, അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ മാത്രമായ ഒരു പന്തയം ഒരുക്കമാണോ? ഒരുക്കമാണ്. നിങ്ങളുടെ കൊമ്പന്മാരോടൊപ്പം ഓടി എന്റെ ലക്ഷ്മിക്കുട്ടി തോറ്റാൽ ഈ നിൽക്കുന്ന മുഴുവൻ ജനങ്ങളെയും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, എന്റെ എല്ലാമെല്ലാമായ ആനയെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ കൊടുക്കും, ഞാൻ കൊടുക്കും, ഞാൻ കൊല്ലും. എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. മത്സരത്തിന് ഞങ്ങൾ തയ്യാർ. സമ്മതിച്ചോ? സമ്മതിച്ചു. ജയിച്ചാലോ? ജയിച്ചാൽ ഈ നിൽക്കുന്ന കൊമ്പനാനകളിൽ ഏതെങ്കിലും ഒന്നിനെ, അല്ല നീ എന്ത് ചോദിച്ചോ അത് ഞാൻ തരും. വാക്കാണോ? തിരുമംഗലത്തെ തമ്പുരാക്കന്മാർക്ക് വാക്കൊന്നേ ഉള്ളൂ. ജയിച്ചാൽ തിരുമംഗലം കോലോത്ത കൊച്ചുതമ്പുരാട്ടി പൊന്നുമ്മടത്തെ വിഷ്ണുനാരായണന് സ്വന്തം. സമ്മതിച്ചോ? എന്താ തമ്പുരാനെ, വിളിച്ചുകൂവിയ വാക്കുകളെല്ലാം തിരിച്ചെടുക്കണം തോന്നുന്നുണ്ടോ? ഇല്ല, സമ്മതിച്ചു. ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരെ സാക്ഷി നിർത്തി ഞാൻ വാക്ക് തരുന്നു. ഈ നിൽക്കുന്ന കൊമ്പനാനകളോടൊപ്പം മത്സരിച്ച് നിന്റെ പീക്കിറിപ്പിടിയാനെ ജയിച്ചാൽ കോലോത്തെ കൊച്ചു തമ്പുരാട്ടി നിനക്ക് സ്വന്തം. എടുക്കണ സാധനം നീ കൊണ്ട് നേടും. തുറന്നു വാ. കേറി വാടി. അവിടെ
അയാളോട് ചോദിച്ചിട്ട് എന്നെ ഒരു പന്തേക്കരുവാക്കിയത്? എന്റെ ജീവിതം കൊണ്ടാണ് ഇളയച്ചൻ അയാളോടുള്ള വാശി തീർക്കുന്നത്. അക്കണ്ട നാട്ടുകാരുടെ ഒക്കെ മുന്നിൽ വെച്ച്. എന്റെ പൊന്നു മോളെ, ഇളയിച്ചൊരു അബദ്ധം പറ്റിപ്പോയി. നമ്മുടെ ആനകളോടൊപ്പം ഓടി ആ പിടിയാന ജയിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. നാളെ ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല കേശവ. അമ്മ എന്തായി പറയണേ? വേണോന്ന് വെച്ചിട്ടായിരുന്നോ ഇതൊക്കെ? നാട്ടുകാരുടെ മുന്നിൽ വെച്ച് കൊടുത്ത വാക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? അവൻ വന്ന് പെണ്ണ് ചോദിച്ചാ എന്താ ഇനി പറയാൻ പോണേ? അതാ ഇപ്പൊ എന്റെ പരിഭ്രമം. ഓഹോ, അപ്പൊ വാക്ക് പാലിക്കാൻ ഞാൻ അയാളോടൊപ്പം ഇറങ്ങി പോണോന്നായിരിക്കും ഇനി പറയാ. അതിന് ഈ കല്യാണി ജീവനോടുണ്ടായിരിക്കില്ല. ശിവ ശിവ, ഞാൻ എന്തൊക്കെ കേൾക്കണേ. എടാ, നമ്മുടെ ആചാരം അനുസരിച്ച് ഈ കോലോത്ത കൊച്ചു തമ്പുരാട്ടിയുടെ പള്ളി കെട്ട് ഈ തിരുമുറ്റത്ത് വെച്ചാണ് നടത്തേണ്ടത്. നല്ല കുടുംബ പാരമ്പര്യമുള്ള ഏതെങ്കിലും കോലോത്ത ചെക്കൻ അവിടെ വേളി കഴിച്ചാൽ പിന്നെ അവനാണല്ലോ ഇവിടുത്തെ തമ്പുരാൻ. ശരിയാണോ? ശരിയാണ്. അപ്പൊ പിന്നെ എന്റെ ഗതി അതോ ഗതി. ആ ഗതി വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ബുദ്ധി. ഇത് വെറും ഒരു ആനക്കാരൻ. വാക്ക് കൊടുത്തു പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മളൊന്ന് കണ്ണടച്ചാൽ അവൻ വന്ന് അവളെ വിളിച്ചിറങ്ങിക്കൊണ്ട് പോകും. അങ്ങ് വെക്കോട്ടെ, അവന്റെ മനസ്സിൽ കാണുമല്ലോ വാശി. പിന്നെ അവൻ ക്ഷത്രിയനല്ലാത്തോണ്ട് ഈ കോലോത്ത് എന്ത് സ്ഥാനം? അത് കൊള്ളാം. അപ്പൊ കുംഭം 3 ഏട്ടന്റെ പട്ടാഭിഷേകം. എങ്ങനെ എങ്ങനെ? കുംഭം 3 ഏട്ടന്റെ പട്ടാഭിഷേകം. ഇഷ്ടായി ഇഷ്ടായി.